Hello guys, welcome back to our channel Speak Out Loudly. അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ ഒന്നുമില്ല, ചുമ്മാ ചെറുതായിട്ട് ഒരു ചാനൽ കണ്ടപ്പോൾ ചെറിയ ഇൻട്രോ പറഞ്ഞിട്ട് പോകാം. സ്പീക്ക് ഔട്ട് ലൗഡ്ലി അല്ല, മലയാളി ഫുഡ് ചാനലാണ്. അപ്പോൾ എന്തായാലും മലയാളി ഫുഡ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫിൻ്റെ കാലിനെ നമുക്ക് പുഴുങ്ങിയെടുക്കുക, ചുട്ടെടുക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് സംഭവം. അപ്പോൾ നമ്മളത് ഒരു വെറൈറ്റി വീഡിയോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഒരു കൂട്ടുകാരനെ വിളിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മച്ചാൻ കൂടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വിളിക്കുകയും ചെയ്തു, വന്നുകയും ചെയ്തു. പേര് അജിത്ത് എന്നാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇതിൽ കുറച്ച് വേസ്റ്റൊക്കെ ഉണ്ട്. നമുക്ക് കൊഴുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. ഈ വേസ്റ്റും കൊഴുപ്പും ഒക്കെ ഒന്ന് വെട്ടിക്കളയാം. അപ്പോൾ വേസ്റ്റൊക്കെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ആഴത്തിൽ ഓരോ വരയിട്ട് കൊടുക്കാം. അപ്പം നല്ല ആഴത്തിൽ മസാലയൊക്കെ പിടിക്കുന്ന പോലെ വരയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പം നമുക്ക് ബീഫ് കാലിന് വേണ്ട മസാല റെഡിയാക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി അരച്ചത്, വറമുളക് പൊടിച്ചത്, സോയാ സോസ്, 2 നാരങ്ങയും കൂടി പിഴിഞ്ഞു കൊടുക്കാം. നന്നായി ഒന്ന് കുഴച്ചെടുക്കുക എല്ലാം കൂടി. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നന്നായി ഒന്ന് കുഴച്ചെടുക്കാൻ. മസാലയൊക്കെ നമ്മൾ നേരത്തെ കഴുകി വെച്ച ബീഫിൻ്റെ കാലിൽ നന്നായി തേച്ച് കൊടുക്കുക. ഉള്ളിലൊക്കെ തേച്ച് കൊടുക്കുക. നമ്മൾ വരയിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ തേക്കണം. അപ്പോഴേ നമ്മൾ സംഭവം നല്ല ടേസ്റ്റ് വരുള്ളൂ. എല്ലാത്തിനും പിടിച്ചു വരുള്ളൂ. അതാണ്, എല്ലാ ഭാഗത്തും പിടിച്ചെത്തി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. നമുക്ക് ഈ ഭാഗത്തും കൂടെ തേച്ച് കൊടുക്കാം അല്ലേ മസാല? പിന്നെ അല്ല, മസാലയിൽ കുളിപ്പിച്ചെടുക്കണം. വരയിട്ട് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ തേച്ച് അങ്ങോട്ട് പിടിപ്പിച്ച് കഴിഞ്ഞാണ്ട് അപ്പം മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് 2 ഭാഗത്തും തേച്ചിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരമല്ല, കുറച്ച് കൂടുതൽ നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പം നല്ല മസാല ഉള്ളിലേക്ക് നന്നായി ഇറങ്ങും. അപ്പം നല്ല അടിപൊളിയായിരിക്കും കഴിക്കാൻ. അപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ബാരൽ ഇറക്കി വെക്കാനായിട്ടുള്ള കുഴിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബാരൽ ഇറക്കാം. നമ്മുടെ പോത്തുംകാലിനെ ഇതിനകത്ത് ഇട്ടിട്ടാണ് ചുട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ അതിനുള്ള സംഭവങ്ങളെങ്കിൽ നീ ഒന്ന് തീ കത്തിക്കാം. അതെ, നമ്മുടെ തീ കത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വിറകെടുത്തിട്ട് കൊടുക്കാം. നമ്മൾ കൽപ്പൂരം വെച്ചിട്ടുണ്ട്, ഒന്ന് കത്തിച്ചു കൊടുക്കാം. തീയൊക്കെ കത്തി കനലായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു പാത്രം വെച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു. മസാല തേപ്പിച്ച് പിടിപ്പിച്ച നമ്മുടെ ബീഫിൻ്റെ കാല് നമ്മൾ ഈ ഡ്രമ്മിനകത്തേക്ക് ഇറക്കി വെക്കാൻ പോവാണ്. ഒരു 5-6 മണിക്കൂർ നമ്മളിതിന് അടച്ചു വെക്കാൻ പോവാണ്. അവിടെ ഇരിക്കട്ടെ.
പവർ ഗ്രിഡിൻ്റെ ടവർ. അപ്പോൾ നമ്മൾ ബീഫിൻ്റെ കാല് വെച്ചിട്ട് 5 മണിക്കൂറില്ല കൂടുതലായി. അപ്പോൾ നമ്മളൊരു മഴയും വന്നപ്പോൾ തുറന്നു നോക്കി. അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ടേസ്റ്റ് ചെയ്യാം. സംഭവം ഇരുട്ടക്കായി വരുന്നുണ്ട്. ഇരുട്ടായി. ഇപ്പോൾ ഫ്ലാഷ് ഒക്കെ അടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ഇറക്കി വെക്കാം. ഓ നല്ല ചൂടുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ ബീഫ് കാലിനെ കെട്ടിത്തൂക്കി അങ്ങോട്ട് പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ചുട്ടെടുത്താണ്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പോകണം. കാരണം ഇരുട്ടായി വന്നു. ഇനിയിപ്പോൾ നമുക്ക് ടൈമില്ല. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരാം. ടേസ്റ്റ് ചെയ്യാൻ കൂടെ രാവിലെ തൊട്ട് കൂടെ നിന്ന നമ്മുടെ ചങ്കിന് ആദ്യം ടേസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു. പിന്നെ എന്താ ഞാൻ പറയാം, നിന്റെ ഇത്ര നാൾ കണ്ട വീഡിയോയിൽ വെച്ചിട്ട് നിന്റെ കുക്ക് എങ്ങനെയുണ്ട് ഞാൻ നോക്കട്ടെ. ഒരു പീസ് ഉണ്ട്, മയനൈസ് ഉണ്ട്. ഇതാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സത്യം അടിപൊളിയായിട്ടുണ്ട്. കുറച്ച് ചെറിയൊരു ഹാർഡ് ഫീലിംഗ് ഉണ്ട്. പക്ഷെ അത് കാര്യമൊന്നുമില്ല. അത് ബോയിൽ ചെയ്തിട്ട് ബീഫ് ആയതുകൊണ്ടാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബോയിൽ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇറക്കിയതായിരിക്കും അല്ലേ? നിങ്ങൾ കഴിക്കും, നിങ്ങൾ കഴിച്ചു, നിങ്ങൾ കഴിച്ചു. നല്ല ഇരുട്ടായി. ഇപ്പോൾ ഫ്ലാഷ് ഒക്കെ അടിച്ചിട്ടാണ് ചെയ്യണത്. അതുകൊണ്ട് സോറി പറയുന്നു അല്ലേ? സമയം ഒരുപാട് ടൈമായി. അതുകൊണ്ട് വേഗം പോകണം. അതാണ്. കഴിക്കാൻ പോകണം. കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ആയിരുന്നു. അടിപൊളി ടേസ്റ്റ്. നാരങ്ങ ഒക്കെ പിഴിഞ്ഞിട്ട് കഴിക്കാം കേട്ടോ. നമുക്ക് ഒരു പീസും കൂടി ആൾക്കാട്ടോ. നാരങ്ങയൊക്കെ കൊണ്ടുവന്നതാണ്. മഴയും പെയ്തപ്പോൾ ആകെ പണി കിട്ടി. അപ്പോൾ നല്ല എരിവും കാര്യങ്ങളൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു. മസാലയൊക്കെ അടിപൊളി പിടിച്ചു. എത്ര കിലോ ഉണ്ട് ഇത്? 12 കിലോ. നമ്മൾ 12 കിലോ എടുത്തു. രാവിലെ തൊട്ട് നമ്മൾ ബോയിൽ ചെയ്തതാണ്. പൊടിയായിട്ടുണ്ട്. സംഭവം അതാണ് ഇത്ര നേരം ആവാനുള്ള കാരണം അത് തന്നെയാണ്. പക്ഷെ അത് പെട്ടെന്ന് ഇരുട്ടായി. മഴയും പെയ്തപ്പോൾ ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി ഗ്യാപ്പ് കിട്ടിയില്ല. സംഭവം എന്തായാലും ആയി. സംഭവം റെഡി. അടിപൊളി. നല്ല മീൻ നന്നായി വെന്തിട്ടുണ്ട്. അതന്നെ ചെറിയൊരു ഹാർഡ്നെസ് ഉണ്ട്. അത് ബോയിൽ ചെയ്ത് തന്നെയാണ് തോന്നുന്നുണ്ട്. ബാക്കി ബീഫിൻ്റെ നിങ്ങളുടെ റെസിപ്പി മറ്റേ മസാലയുടെ ടേസ്റ്റ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് എടുത്തുതന്നെ അറിയുന്നുണ്ട്. ഉള്ളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ മസാല തേച്ചിട്ട് കുറേ നേരം വെച്ചു. എന്നിട്ടാണ് നമ്മൾ ബോയിൽ ചെയ്തത്. അപ്പോൾ എന്തായാലും ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും സംഭവം സൂപ്പർ അല്ലേ? ഓക്കെ, സൂപ്പറായിട്ട്. അപ്പോൾ എന്നെ ഈ ചാനലിലേക്ക് ഗസ്റ്റായിട്ട് വിളിച്ച നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ എൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സ്പെഷ്യലായിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്നെ ഇടയ്ക്ക് വിളിക്കും. ആയിക്കോട്ടെ. അതിനെന്താണ് ഉറപ്പായും വിളിച്ചിരിക്കും. നമ്മുടെ വീഡിയോയിൽ. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്നെ വിളിച്ചതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അഭിപ്രായങ്ങൾ വല്ലതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മറക്കാതെ മലയാളി ഫുഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ മാത്രമേ ഞങ്ങൾ അടുത്ത അപ്ലോഡ് ചെയ്യുന്ന ഓരോ വെറൈറ്റി വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഒരു മിനിറ്റ്. അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ മച്ചന്മാരെയും കുറച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത് കുറേ നാളായിട്ട് എൻ്റെ ഒപ്പം തന്നെ തുടങ്ങിയ ചാനലാണ്. എന്നാലും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എൻ്റെ മച്ചന്മാരെ സപ്പോർട്ട് ചെയ്യണം. മച്ചന്മാരുണ്ടെങ്കിൽ എന്തായാലും കറക്റ്റായി സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബൈ.